കർണാടകയിലെ മലയാളി അർജുനായി 11ാം ദിനത്തിലും ആഴങ്ങളിൽ തിരയുകയാണ്. പുതിയ സിഗ്നൽ ലഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയും വിവരവുമായുള്ളത്. കായികമായി നേരിട്ട് തിരയാനോ മുങ്ങിത്തപ്പാനോ കഴിയാതെ ആഴങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണ്. ലോറിയുടെ സാന്നിധ്യം കണ്ടെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ പ്രതിസന്ധികൾ കൂട്ടുകയാണ്. മണ്ണുമാന്തിയും വെള്ളത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയുമാണ് ആഴങ്ങളിൽ പതിക്കുന്ന തരംഗങ്ങൾ ഗംഗാവലിയുടെ അടിത്തട്ടിനെ ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ സാന്നിധ്യം ലോറിക്കുള്ളിലെ ക്യാബിനിലോ അതോ പുറത്തോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയ മന്ത്രിമാർ ഏകോപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് അദ്ദേഹം കൈരളി ന്യൂസ് അടക്കമുള്ളവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. മുങ്ങൽ വൈദഗ്ധ്യമുള്ളവരെ അവിടെ നിരന്നിട്ടുണ്ട്. പക്ഷേ മുങ്ങാനാകാത്ത വിധം ആണ് അവിടുത്തെ പ്രതിസന്ധികൾ രൂപപ്പെടുന്നത്. AK ശശീന്ദ്രൻ മന്ത്രി കൂടി ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഏകോപനം സാധ്യമാക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാനായി മുങ്ങൽ വിദഗ്ധൻ രതീഷ് ഡോൾഫിനും കാലാവസ്ഥാ വിദഗ്ധൻ സുഭാഷ് ചന്ദ്രബോസും ചേരുന്നുണ്ട്. ഇപ്പോൾ ഷിരൂരിൽ നിന്ന് സച്ചിൻ ദേവ് MLAയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. സച്ചിൻ ദേവിനെ ലഭിക്കുന്നെങ്കിൽ ആ മുറയ്ക്ക് നമുക്കതിലേക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ സച്ചിൻ ദേവ് അടക്കമുള്ളവർ യോഗവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, ഇതുവരെ ഉണ്ടായ തെരച്ചിൽ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പുരോഗതി? അജിംഷാദ്, ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇതിൽ വന്നിരിക്കുന്നത് ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അദ്ദേഹം ഇല്ലാതെ തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ടീം ഇവിടെ തന്നെ ഡ്രോൺ പരിശോധന നടത്തുന്നുണ്ട്. ആ ഡ്രോൺ പരിശോധനയിൽ ഒരു പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ നമ്മൾ ആ വാർത്ത നൽകി തുടങ്ങിയിരുന്നു. അതായത് അവിടെയുള്ള ഒരു പ്രദേശവാസി ഈ ദൗത്യ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മൺകൂനയുടെ ഭാഗത്തായി ലോറിയുടെ ക്യാബിൻ ഉയർന്നു നിൽക്കുന്നത് കണ്ടിരുന്നു. പിന്നീട് അത് താഴേക്ക് പോയിരുന്നു എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, പ്രദേശവാസി. അതുകൊണ്ട് തന്നെ ആ ഒരു മൊഴി വിശ്വാസത്തിലെടുത്ത് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഒരു ഡ്രോൺ പരിശോധന ആരംഭിച്ചിരുന്നു. നേരത്തെ നമ്മൾ ആ സ്പോട്ട് സന്ദർശിച്ച സമയത്ത് അവിടെയാണ്, ആ ഭാഗത്താണ് പരിശോധന നടക്കുന്നതായി കണ്ടത്. അത് ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവിടെയുള്ള കിട്ടിയ സിഗ്നൽ സ്ട്രോങ് സിഗ്നലാണ്, അത് ട്രക്കിന് സമാനമായിട്ടുള്ള സിഗ്നലാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം എല്ലാവർക്കും വരുന്നത്, ഇന്നലെ വരെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇതൊരു മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ വരുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ള ഒരു സ്വാഭാവികമായും ആ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ലഭിച്ചിട്ടുള്ള എല്ലാ സിഗ്നലും പരിശോധിച്ചതിൽ നിന്നും ഏറ്റവും സ്ട്രോങ് സിഗ്നൽ ട്രക്കിൻ്റേതെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അത് ട്രക്കായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇന്നിപ്പോൾ പുതിയ സ്ഥലത്ത് കണ്ടിരിക്കുന്നത് ആ ഒരു സിഗ്നലും അത് ട്രക്കിന് സമാനമായ സിഗ്നൽ. അത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മൺതിട്ട, അതായത് നദിക്ക് നടുവിലായി പ്രത്യക്ഷപ്പെട്ട മൺതിട്ടയോട് ചേർന്നാണോ ഇപ്പോഴത്തെ സിഗ്നൽ? അതെ അതെ അതെ, കൃത്യമായി അജിംഷാദ്, ആ ദൃശ്യങ്ങളാണ്. കാരണം നേരത്തെ നമ്മൾ അവിടെ പോയപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെയുള്ള നമ്മൾ അവിടെ നേരത്തെ വളരെ കൃത്യമായി ആ ദൃശ്യങ്ങൾ നമ്മൾ കൃത്യമായി പകർത്തിയിരുന്നു. കാരണം വളരെയധികം സാധ്യത അത് പോസിറ്റീവാകാനുണ്ട് എന്ന് അവിടെയുള്ള ആളുകളുടെ സംസാരത്തിൽ മനസ്സിലായിരുന്നു. കാരണം അവിടെ ഒരു പ്രദേശവാസി അവരെ കൂടി ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ തിരച്ചിൽ അവിടെ നടത്തിയത്. കാരണം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്, അവിടെ ഒരു ട്രക്കിൻ്റെ മുകൾ ഭാഗം, ക്യാബിൻ ഭാഗം ഉയർന്നു നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്, പിന്നീട് അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ മൊഴി, ആ ഒരു വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ഭാഗത്ത് ഈ ഡ്രോൺ പരിശോധന നടത്തിയത്. ആ ഡ്രോൺ പരിശോധനയിൽ ഒരു സ്ട്രോങ് സിഗ്നൽ കൂടി ലഭിച്ചു എന്ന് പറയുമ്പോൾ ട്രക്കിന് സമാനമായ സിഗ്നൽ ലഭിച്ചു എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ തന്നെ നേരിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഇപ്പോൾ പ്രത്യേകിച്ചുള്ള അത് ആ മൺതിട്ടക്ക് തൊട്ട് ചേർന്ന് തന്നെ, അതായത് അതിൻ്റെ ആഴവും ദൂരവും എത്രയാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഏകദേശം അനുമാനിക്കാൻ കഴിയുന്നത് ഈ നദിയുടെ തീരത്ത് നിന്നും ഏതാണ്ട് 40 മീറ്ററോളം മാറിയാണ് ഈ സ്പോട്ട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മൺതിട്ടക്ക് ചേർന്നാണ്, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇനി ഈ രണ്ട് സ്പോട്ടുകൾ, ഇന്നലെ കണ്ടെത്തിയ സ്പോട്ട് ഇപ്പോഴുള്ള മൺതിട്ടയിൽ നിന്നും അല്പം കൂടി താഴേക്ക് മാറി 30 മീറ്ററോളം താഴേക്ക് മാറിയുള്ള സ്ഥലത്താണ്, ഡൗൺ
സ്ട്രീമിലാണ്. ഇത് കുറച്ചുകൂടി മുകളിലേക്കാണ്, അതായത് മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതും ഇപ്പോൾ ഇവർ തന്നെ, അതായത് ഈ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇത് കൃത്യതയിലേക്ക് രണ്ടും കൂടി വിശകലനം ചെയ്ത് ഒരു ഫൈനലൈസേഷനിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്തണം. ഏതാണ് യഥാർത്ഥത്തിലുള്ള ട്രക്ക്, അർജുൻ്റെ ട്രക്ക് ഈ താഴെയുള്ളതാണോ അല്ല മൺതിട്ടക്ക് ചേർന്ന് ഉള്ളതാണോ എന്നുള്ളത്, അതിൻ്റെ സ്ഥിരീകരണമാണ് വൈകുന്നേരത്തോടു കൂടി വരേണ്ടത്. കാരണം അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ മുങ്ങി പരിശോധിക്കാൻ കഴിയൂ. പക്ഷേ അതിന് ഒരു തടസ്സം ഇപ്പോഴും എന്താണ് തടസ്സം? അടിയൊഴുക്കാണ്. അടിയൊഴുക്ക് ഇപ്പോൾ എത്ര നോട്ടാണ് ഏറ്റവും പുതിയത്? നോട്ട് അതിന്റെ യൂണിറ്റ് ആണ്, അടിയൊഴുക്കിന്റെ യൂണിറ്റ് ആണല്ലേ? എന്താണ് ഏറ്റവും പുതിയ നോട്ട് എന്നാണ് അവർ പറയുന്നത്? തീർച്ചയായും അജിംഷാദ്, ഈ തിരച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ബാക്കിയെല്ലാം സാങ്കേതിക ഉപകരണങ്ങളും സിഗ്നലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈൻഡിങ്സ് ആണ്. എന്നാൽ നമുക്ക് വളരെ കൃത്യമായും അത് അർജുൻ്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായും ആ ലോറിയുടെ അടുത്തേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താനും അത് പരിശോധിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം ഈ പറയുന്ന ഗംഗാവാലി നദിയിലെ അതിതീവ്രമായിട്ടുള്ള അടിയൊഴുക്ക് തന്നെയാണ്. ഇപ്പോൾ നിലവിലെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ട്സ് മുതൽ ചില സമയം അത് 8 നോട്ട്സ് വരെ ഉയരുന്നുണ്ട് എന്നാണ് പറയുന്നത്. താഴേക്ക് പോകുന്നില്ല. 6 മുതൽ 8 വരെയാണ് ഈ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. വിദഗ്ധർ പറയുന്നത് സാധാരണഗതിയിൽ മുങ്ങി ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ വിദഗ്ധരുണ്ട്, അതിൻ്റെ കൂടുതൽ സാങ്കേതികമായ കാര്യങ്ങൾ അവർ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടിയും ഇവിടെയുള്ള വിദഗ്ധർ പറഞ്ഞത് സാധാരണഗതിയിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ അടിയൊഴുക്കിന്റെ തീവ്രത 2 നോട്ട്സ് ആണെങ്കിൽ അവിടെ മുങ്ങി പരിശോധന നടത്താൻ കഴിയും. പരമാവധി ഇറങ്ങാൻ കഴിയുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ 2 പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരാൾ മുഹമ്മദ് റിയാസ് അവിടെ എത്തിയിട്ടുണ്ട്. AK ശശീന്ദ്രൻ പിന്നാലെ എത്തുന്നുണ്ട്. അവിടെ നിർണായകമായ ചർച്ചയും ഏകോപന യോഗവും നടക്കുകയാണ്. അതിനു മുമ്പായി മന്ത്രി റിയാസ് നമ്മളോട് പ്രതികരിച്ച വാക്കുകൾ കൂടി ഒന്ന് പെട്ടെന്ന് കേൾക്കാം. ഏകോപന യോഗത്തിന് മുമ്പായി മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മുങ്ങൽ വിദഗ്ധനായ, നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാനായി ചേരുന്ന മുങ്ങൽ വിദഗ്ധൻ ശ്രീ രതീഷ് ഡോൾഫിൻ ചേരുകയാണ്. രതീഷ്, ഈ 2 നോട്ട്, അതായത് ഈ അടിയൊഴുക്കിൻ്റെ യൂണിറ്റാണ് നോട്ട്. സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലാകാനാണ് അത് വിശദീകരിക്കുന്നത്. താങ്കൾക്ക് വളരെ പരിചിതമായിരിക്കും, കാരണം മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ 2 നോട്ടിന് പകരം 6 നോട്ടാണ് അവിടുത്തെ ഒഴുക്കിൻ്റെ. അത് 8 വരെ പലപ്പോഴും ഉയരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് പറയുന്നത്. സന്തോഷിന് അവിടുന്ന് ആധികാരികമായി ലഭിച്ച വിവരമാണ്, നേവി ഉദ്യോഗസ്ഥരടക്കം നിന്ന്. എന്താണ് ഈ 6 നോട്ട് അല്ലെങ്കിൽ 8 നോട്ട് അടിയൊഴുക്കുള്ളതിൻ്റെ പ്രതിസന്ധി? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. രതീഷ് ഡോൾഫിൻ. ഈ സ്വാഭാവികമായും നമ്മൾ ഒരു ഡൈവർ, നമ്മൾ പല വീഡിയോസും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ശാന്തമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡൈവ് ചെയ്ത് പോയി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ഇപ്പം നിലവിൽ യൂട്യൂബിലായാലും ഒക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് കൂടുതലും. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് 200 മീറ്റർ വീതിയിലുള്ള ഒരു പുഴയിൽ, അതും കടലിലേക്കാണ് ശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശക്തമായ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന ആ ജലത്തിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ശക്തി, അതിൻ്റെ തോതാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നോട്ടിൻ്റെ അനുസരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിലാണിത് ഒഴുകി പോകുന്നതെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു അനുമാനമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു ഡൈവിങ് ടീമിനായാലും അല്ലെങ്കിൽ ഒരു നേവിയുടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡൈവിങ്ങിന് സ്കൂബ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരം കറണ്ടാണ്, അടിയൊഴുക്കാണ്. ശക്തമായ അടിയൊഴുക്കിലൊന്നും നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, നമുക്കൊരു ശരിക്കും മെയിനായിട്ട് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ വെള്ളത്തിൻ്റെ വെച്ചാൽ കലങ്ങിയ വെള്ളമാണ്. നമുക്ക് വിസിബിലിറ്റി ഇല്ല. കാര്യം നമുക്ക് എൻ്റെ കൈ ഇങ്ങനെ തൊട്ടടുത്ത് വെച്ചാൽ പോലും കാണാൻ കഴിയാത്ത അത്ര കലങ്ങിയ ജലമാണ് നമുക്ക് ഈ ശക്തമായ ഒഴുക്കിലൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഡൈവിങ് ടീം എന്ന് വെച്ചാൽ വിസിബിലിറ്റി നോക്കിയിട്ടല്ല പല സ്ഥലത്തും നമ്മൾ ഈ പറയുന്നത് ചെയ്യുന്നത്. പക്ഷേ ശക്തമായ ഒഴുക്കെന്ന് പറയുന്നത് ഈ 2 നോട്ടിക്കലിന് മുകളിലോട്ട് 3 വരെ ആകാം. അതിന് ശേഷം അതിന് പുറത്തോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഡൈവർ അവിടെ ഈ ഓക്സിജൻ സിലിണ്ടറും മറ്റു ഉപകരണങ്ങളുമായി നമ്മൾ താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്, അതിന് മുകളിലോട്ടുള്ള അടിയൊഴുക്കുകൾ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കാര്യം ഇപ്പം ഒരു ഡൈവറിനെ നമ്മൾ എന്താ പറയുക, തീർച്ചയായും ഓരോ ജീവനും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നമ്മുടെ അർജുൻ്റെ ബന്ധു തന്നെ
അവിടെ എത്തിയ ബന്ധു തന്നെ ഇന്ന് പല മാധ്യമങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ, ഇനി ഒരാൾക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരു അപകടം സംഭവിക്കുന്നതിലേക്ക് പോകാതെ നോക്കണം, അത് ബന്ധുക്കളെ അറിയിക്കാം എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇനി ചോദിക്കുന്നത് അപക്വതയാണെന്ന് വിചാരിക്കരുത്. ഈ അർജുനെ ലഭിക്കാനുള്ളതിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ചോദിക്കുന്നത്. ഈ 6 നോട്ടുണ്ട് ഒഴുക്ക്, അല്ലെങ്കിൽ 8 നോട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് ഫിസിക്കലി കായികമായി നേരിട്ട് പോയി ഈ ട്രക്കിൻ്റെ ക്യാബിൻ തുറക്കാനുള്ള സംവിധാനം ഏതെങ്കിലും ഉണ്ടോ? അല്ല, അതിൻ്റെ അത് പ്രധാനമായും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ അത് കൃത്യമായി നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ നമുക്ക് അവിടുത്തെ ഈ പറയുന്ന ഈ ഒഴുക്കിൻ്റെ സാന്നിധ്യവും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഡൈവറെ നമുക്ക് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. അതിന് കൃത്യമായ ഒരു സ്ഥലം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ ഡൈവറിനെ നമുക്ക് വിടാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ 2 അല്ല 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളെ ഇറക്കി വിടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രക്ക് കിടക്കുന്നതിനോടൊപ്പം തന്നെ ചിലപ്പം ഈ മണ്ണിടിച്ചില് അതേപോലെ തന്നെ അവിടെ നിന്ന മരങ്ങളും എല്ലാം ഇതിനിടയിലേക്ക് ഈ സൈഡിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു, ചിലപ്പോൾ മേ ബി. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഡൈവർ ഇത്ര ഒഴുക്കുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അദ്ദേഹം ഇതിനകത്ത് കുരുങ്ങി അപകടം എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഒരു ഡൈവറിനെ നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു ഡൈവർ ഇല്ലേ സ്കൂബ ടീമിൻ്റെ ഒരു അംഗമില്ല അദ്ദേഹം ആക്കിയെടുക്കണമെങ്കിൽ മാസങ്ങളോളം ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം ഒരു എക്സ്പെർട്ടായിട്ട് ആക്കിയെടുക്കുന്നതിന് സർക്കാരിന് തന്നെ ഒരു സംവിധാനങ്ങളും അത്രത്തോളം ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം തീർച്ചയായും ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളൊരു ദുരന്തമുഖത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ ആദ്യം സുരക്ഷിതമാണെന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് മറ്റുള്ള കാര്യം. പക്ഷേ നമുക്ക് വൈകാരികമായി ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, കാലാവസ്ഥാ വിദഗ്ധനിലേക്ക്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ ഒഴുക്ക് നമ്മൾ കാഴ്ചയിൽ കാണുകയാണ്. അവിടെയുള്ള ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ പ്രതിനിധി തൊട്ടറിയിക്കുന്ന വിവരങ്ങളും ഒപ്പം ദൃശ്യങ്ങളും ചേർത്ത് വെച്ചാണ് നാം കാണുന്നത്. ഈ ഗംഗാവാലി നദി എന്നത് ഒരു വലിയ ഒഴുക്കും ശക്തിയും ഉള്ള പുഴയാണ്, അല്ലെങ്കിൽ നദിയാണ്. അതൊരു പക്ഷേ കടലിലേക്ക് ചേരുന്നതിന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുമ്പുള്ള സ്ഥലത്താണ് നമ്മുടെ അർജുന മിസ്സായിരിക്കുന്നത്. അവിടെയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഈ വൃഷ്ടി പ്രദേശങ്ങളുണ്ടല്ലോ, ക്യാച്ച്മെൻറ്റ് ഏരിയ, അവിടെയുള്ള മഴ ഒരുപക്ഷെ നീരൊഴുക്ക് വീണ്ടും വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ അടിയൊഴുക്ക് ഇങ്ങനെ നിന്നാൽ അവിടെ തിരയാനാകില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ അടക്കം നമ്മളോടും പങ്കുവെക്കുന്നത്. നേവി ഉദ്യോഗസ്ഥരും അതെ പറയുന്നത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഈ ഇത്ര വലിയൊരു പുഴയുടെ നടുവിൽ ഈ ഒഴുക്ക് തടയാൻ ഏതെങ്കിലും താൽക്കാലിക തടയണയോ മറ്റോ നിർമ്മിക്കാനാകുമോ? അതൊക്കെ പ്രായോഗികമാണോ? ഞാൻ അപക്വതയാണെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇത്രയേറെ വലിയൊരു എഫർട്ട് ഈ നാടെടുക്കുന്നതുകൊണ്ട് പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു ഒന്നല്ല 2-3 ജീവനുകൾ അവിടെ ഉള്ളത് രക്ഷിക്കാനുള്ള ആവേശത്തിലുള്ള ഒരു സാധാരണ ആളുകളുടെ ചോദ്യമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നെന്ന് പറയുന്നത് 300 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലനിരയാണത്. യങ് മൗണ്ടൻ ആണ്. യങ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്ത്, വളരെ കുറച്ച് വർഷങ്ങൾ, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ 5-10 വർഷമല്ല, വളരെ മൗണ്ടൻസ് നമ്മൾ പല രൂപത്തിൽ റീസെൻ്റ് ഓൾഡ് മൗണ്ടൻസ് ആൻഡ് യങ് മൗണ്ടൻസ്. ഇത് യങ് മൗണ്ടൻ ആണ്. അപ്പോൾ അത് ഉറച്ച് കാണത്തില്ല, ആ മൗണ്ടൻ അങ്ങനെ ഉറച്ച് കാണത്തില്ല. 90 ഡിഗ്രി കട്ട് ചെയ്താണ് ഈ റോഡ് പണിതിരിക്കുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനം, കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയാണ് നമുക്ക് വർഷത്തിൽ കിട്ടുന്നത്, അവിടെ 6000 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ ഇരട്ടി മഴയാണ്. നമുക്ക് സെപ്റ്റംബർ വരെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 70% മഴയെ കിട്ടുള്ളൂ ഈ 3000 മില്ലിമീറ്ററിൽ. പക്ഷേ അവിടെ ജൂൺ മുതൽ ആഗസ്റ്റിനകത്ത്, അതായത് ഈ മാസങ്ങളിൽ, ഈ പറയുന്ന മാസങ്ങളിൽ 95% മഴയും കിട്ടും. അപ്പോൾ 6000 മില്ലിമീറ്റർ മഴയുടെ 95% മഴ 300 മീറ്റർ ഉയരമുള്ളൊരു മലയിൽ 90 ഡിഗ്രി കട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലോപ്പുള്ള സ്ഥലത്ത് ടോറൻഷ്യൽ റെയിൻ എന്ന് പറയാം. നമ്മൾ ഹെവി റെയിൻ എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ നല്ല കാറ്റുണ്ട്, അതിശക്തമായ കാറ്റുണ്ട്. അപ്പോൾ അത്രയും കാറ്റും മഴയും ശക്തമായി വരുന്നത് നമുക്ക് മല എടുത്തുപോയ സ്ഥലങ്ങളിൽ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ അകത്ത് പെയ്യുന്നുണ്ടാവും. അപ്പോൾ അകത്ത് പെയ്യുന്ന മഴ കുറേ സമയമെടുത്താണ് താഴേക്ക് വരുന്നത്. അത് ലാൻഡ് സ്ലൈഡ് അല്ല അവിടെ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. കംപ്ലീറ്റ് വെട്ടിയിട്ട് അലുവ കഷ്ണം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്താണ് ഈ ലോറിയിൽ വന്ന് ലോറി എടുത്ത് കുഴിയിലേക്ക് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നദിയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നദിയിലേക്ക് വന്നാൽ നമ്മുടെ മുങ്ങൽ വിദഗ്ധൻ സാർ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ ഞാൻ അത് ആഡ് ചെയ്തോട്ടെ. നദിയെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ഫ്ലോ ഉണ്ട്. ഒരു സർഫസ് ഫ്ലോ ഉണ്ട്, ഒരു അണ്ടർ ഫ്ലോയും ഉണ്ട്. അടിയിൽ കൂടെ ഒരു ഫ്ലോ ഉണ്ട്. അത് നമ്മൾ അണ്ടർ കറണ്ട് എന്ന് പറയും. അണ്ടർ കറണ്ട് എന്ന് പറയുന്നതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണക്കാക്കുന്നതിനാണ് ഈ നോട്ട്. അപ്പോൾ ഇത്ര കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, അപ്പർ കറണ്ടിനേക്കാൾ ശക്തി കൂടുതലായിരിക്കും. ചുഴി ഉണ്ടാവും. ചുഴി ഉണ്ടെങ്കിൽ ചുഴിയുണ്ട്, അതായത് കറങ്ങും. നമ്മൾ ഈ മിക്സിയിൽ
വെള്ളം കിടന്ന് അടിക്കണം കണ്ടിട്ടുണ്ടോ? ആ. മോളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ അകത്തോട്ട് ഗ്ലാസ് ഉള്ള മിക്സിയിൽ നോക്കിയാൽ അകത്ത് കിടക്കുന്ന വെള്ളം കിടന്ന് കറങ്ങും. അപ്പോൾ ഒരു ഫോഴ്സ്, ഒരു കൊറിയലസ് ഫോഴ്സ്, ഭൂഗർഭാകർഷണ ബലവും ഭൂമിയുടെ കണക്കും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാക്കി ഈ വെള്ളത്തിന് പോകാൻ പറ്റാതെ അത് കിടന്ന് കറങ്ങും. അവിടെ ചുഴി ഉണ്ടാക്കും. അങ്ങനെ ചുഴി ഉണ്ടാക്കുന്നിടത്ത് ആരെങ്കിലും ഡൈവ് ചെയ്താൽ എടുത്തടിക്കും, ആളിനെ എടുത്തടിക്കും. അവിടെ നിന്ന് നമ്മൾ മിക്സിക്കകത്തുകൊണ്ട് കൈയിടും പോലെ തന്നെയാണ്, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ മിക്സിക്കകത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മിക്സിക്കകത്തുകൊണ്ട് കൈയിട്ടാൽ നമ്മൾ എടുത്തടിക്കും കൈ. അപ്പോൾ കറണ്ട് അതുപോലെ ഒരു കാര്യം കൂടെ നിമിഷം മനസ്സിലാക്കൂ, വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കറണ്ടാണ്. നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് കറണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരുപാട് ഊർജ്ജം അതിനകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ സർഫസ് ഫ്ലോയേക്കാൾ അണ്ടർ കറൻസ് വളരെ വേഗതയുണ്ട്. കടലിന് 8 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ സ്ലോപ്പ് അങ്ങോട്ട് കൂടുതലാണ്. ഇത് ഒരുപാട് ടെറൈൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെറൈൻ ആയതുകൊണ്ടാണ് ഇവർക്ക് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ പോയി എടുക്കാൻ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള ആദ്യം ഞാൻ ഈ പരിപാടി ഈ 16-ാം തീയതി മുതൽ പല ചാനലുകളിൽ വരുന്നുണ്ട്. ആദ്യം മുതലേ എൻ്റെ ഒബ്സർവേഷൻ വളരെ കൃത്യമായ സീനിയർ ലെവൽ എക്സ്പെർട്ടുകൾ ഇരുന്നുകൊണ്ടൊരു പ്ലാൻ ബേസ് ചെയ്തിട്ടല്ല ഇത് നീങ്ങുന്നത്. ആദ്യ ദിവസം കരയിൽ നോക്കി, നമ്മളിവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ പോയി, രഞ്ജിത്ത് ഇസ്രായേൽ പോയി, അദ്ദേഹം പറഞ്ഞ കുറച്ച് നോക്കി. അങ്ങനെ കരയിൽ നോക്കിയപ്പോൾ ആ കരയിൽ നിന്നുള്ള മണ്ണെടുത്ത് കുഴിയിലിട്ടപ്പോൾ ആ കുഴിയിൽ അടിയിൽ നേരത്തെ ഈ പോയ മണ്ണ് കിടക്കുകയാണ്. അതിൻ്റെ മീതെ കൊണ്ട് മണ്ണിട്ടു. അപ്പോൾ റോഡ് ക്ലിയറൻസിലായിരുന്നു ആദ്യം അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ അവസാനം ഇത് ആളെ രക്ഷിക്കലായി. ഇതിങ്ങനെ ഇപ്പം ഞാൻ വേറൊരു സംശയം പറയട്ടെ. ഇപ്പം തന്നെ ചർച്ച നടക്കുന്ന എന്താണ്? 4ാമത്തെ സ്പോട്ട് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൻ്റെ അടിയിൽ നമ്മുടെ ലോറി ഉണ്ടെങ്കിൽ ആ ലോറിയെ ഫോക്കസ് ചെയ്യണമെന്നാണ്. അതിൻ്റെ അർത്ഥം മറ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതാണോ? അങ്ങനല്ല, 4 സ്ഥലവും ഫോക്കസ് ചെയ്യണം. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം മേജർ ജനറൽ ഇന്ദ്രബാലൻ ചേരുകയാണ്. ശ്രീ ഇന്ദ്രബാലൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി? അർജുനായി ഈ നാടിങ്ങനെ താങ്കൾ അടക്കമുള്ളവരിലേക്ക് കാതോർത്തിരിക്കുകയാണ്. എന്താണ് പുതിയ സിഗ്നൽ എന്തെങ്കിലും ഉണ്ടോ? ദയവായി. തീർച്ചയായും ഞാൻ ഇന്ദ്രബാലൻ ഒരിക്കൽ കൂടി ചേരും. എന്തോ സാങ്കേതിക തടസ്സങ്ങൾ പിണഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ദ്രബാലനുണ്ട്. ഇന്ദ്രബാലൻ അതിൻ്റെ കാര്യങ്ങൾ ഏറ്റവും പുതിയതായി വിശദീകരിക്കും. അതിനു മുമ്പായി താങ്കൾ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് ഈ അണ്ടർ കറണ്ടും അപ്പർ കറണ്ടും, അണ്ടർ കറണ്ടിലേക്ക് ആ സമയത്ത് ഇത്രയേറെ ശക്തമായ ഫ്ലോ ഉള്ളതുകൊണ്ട് പോകാനാകില്ല. അത് മാത്രമല്ല അത് വേറെ ഒരു കാര്യമുണ്ട്. നമ്മളൊരാൾ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഡൈവിലല്ല ഈ രക്ഷാപ്രവർത്തനം എല്ലാം നടത്തുന്നത്. ആദ്യം ഡൈവ് ചെയ്ത് പോയി നേരത്തെ കൊടുത്ത സിഗ്നൽ കൊടുത്ത ലൊക്കേഷൻ കറക്റ്റ്. തീർച്ചയായും നമ്മുടെ അതിഥി ഇന്ദ്രബാലൻ കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഞങ്ങൾ നാട് മുഴുവൻ താങ്കൾ അടക്കമുള്ളവരിലേക്ക് ചെവിയും കണ്ണും കൂർപ്പിച്ചിരിക്കുകയാണ്. പുതിയ സിഗ്നലുകൾ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ സസ്പെഷൻ ഓഫ് 4 ഐറ്റംസ്, സസ്പെഷൻ അല്ല, കോൺഫിഡൻസ് 4 ഐറ്റംസ് നമുക്ക് കാണുന്നില്ല. അതില് 3 പോയിന്റ് നമുക്ക് കിട്ടിയുള്ളൂ. 4ാമത്തെ പോയിന്റ് ഏതായിരിക്കും, അവിടെ ആയിരിക്കും, ഒരുമിച്ചാണ്. ഈ മിസ്റ്ററി നമുക്ക് സോൾവ് ആയിട്ടില്ല. അപ്പോ അത് മാത്രമല്ല, ഇന്നലെ ഈ മഴ കാരണം വി കുഡ് നോട്ട് ഡു റീറൺസ് ഓൺ ദി CP3 ടു ടേക്ക് ഫുൾ റീഡിംഗ് നമുക്ക് വേണ്ട പോലെ. സോ അങ്ങനെയാണ് രാത്രി നമ്മൾ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി റിയലൈസ് ദാറ്റ് CP3 കുറച്ച് സ്കാറ്ററിംഗ് ഉണ്ട് ഓഫ് ദി സിഗ്നൽസ്. ആൻഡ് ദാറ്റ് സ്കാറ്ററിംഗ് വാസ് നോട്ട് മാച്ചിങ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ട്രക്ക് നമ്മൾ വിചാരിച്ച പോലെ. സോ ദാറ്റ്സ് വൈ ഇൻ ദ മോർണിംഗ് വി ഡിഡ് സം റീറൺസ് അതിനെക്കുറിച്ച് നാവിഗേഷൻ എറർ കറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് വി ഇൻഅഡ്വർട്ടൻ്റ് ഒരു ചാൻസ് ആയിട്ട് വി ഗോട്ട് ഇൻ ടു ദിസ് CP4. അവിടെ സ്ട്രോങ് മെറ്റാലിക് സിഗ്നൽസ് കിട്ടി റൺസ് ചെയ്യുമ്പോൾ അതിനെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ നമ്മൾ പരിശോധിച്ചു. ദെൻ വി റിയലൈസ് ദാറ്റ് ഇവിടെ നല്ല ഐറ്റംസ്, ഒരു സ്ട്രോങ് ഐറ്റം കിടക്കേണ്ടതെന്ന് അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ തെർമൽ ഐഡന്റിഫിക്കേഷൻ വഴി തണുപ്പ് കൂടുന്ന ഘട്ടത്തിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനാകും, അർജുനെ കണ്ടെത്താനാകും എന്നൊരു പരീക്ഷ അത് ഇനിയും തുടരുമോ ശ്രീ ഇന്ദ്രബാൽ? ദാറ്റ് ഈസ് പ്രൈമറിലി ഏത് നമ്മളെ ജീവിതത്തിനുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഓബ്വിയസ്ലി ഒരു തെർമൽ സിഗ്നേച്ചർ ഉണ്ടാവും. അത് ആനിമൽ ആയാലും ഹ്യൂമൻ ബീങ് ആയാലും അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ട്രക്കിലാണ്. ആൻഡ് അസ്യൂമിങ് ദാറ്റ് നമ്മുടെ അർജുനൻ അവിടെ ട്രക്കിന്റെ അകത്തായിരിക്കും, അപ്പോഴാണ് നമ്മൾ ഈ തെർമൽ സിഗ്നേച്ചറിന്റെ റേഞ്ച് ഒരുപാട് കുറവാണ്. അതിനെ ഫുൾ സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫോക്കസ് സ്പോട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം മൊത്തം നമുക്ക് തെർമൽ ഇമേജ് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് ഫുൾ അനുമാനം വെച്ചിട്ട് അവിടെ ഒരു സ്മോൾ ഏരിയയിൽ ചെയ്യാൻ പറ്റും. അത് കാരണം ഈ 4th സ്പോട്ടിൽ ഉണ്ടോ ഇല്ലയോ അന്ന് കൃത്യമായി കുറച്ച് അറിയാനായിട്ട് ട്രക്കിന്റെ പ്രൊഫൈലൊക്കെ അറിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദി തെർമൽ സ്കാനർ നോട്ട് ഷോ ഹാവ്.
തീർച്ചയായും താങ്കൾ അടക്കമുള്ളവർക്ക് കൂടുതൽ കരുത്ത് കിട്ടട്ടെ, കൂടുതൽ ഊർജം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന്. താങ്ക് യു ഈ ഘട്ടത്തിൽ ഞങ്ങളുമായി സഹകരിച്ചതിന് ശ്രീ ഇന്ദ്രബാലൻ. താങ്ക് യു വെരി മച്ച്. അർജുനായുള്ള തെരച്ചിൽ ഏറ്റവും പുതിയ ദിശയിലേക്ക്. നേരത്തെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇന്ദ്രബാലൻ പറഞ്ഞ കാര്യങ്ങൾ, മലയാളി കൂടിയായ ഇന്ദ്രബാലൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കാരണം അടിയൊഴുക്ക് ശക്തമാണ്, അവിടേക്കുള്ള തെരച്ചിൽ ആ അർത്ഥത്തിൽ ദുർഘടമാണ്. ഇപ്പോൾ പ്രാതിനിധ്യം നൽകുന്നത് ലോറി കണ്ടെത്തുകയും അതിലേക്ക് കയറുകയുമാണ്. അതിനുള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ കാലാവസ്ഥ വലിയ പ്രതികൂലമായി നിൽക്കുന്നു. നേരത്തെ സുഭാഷ് ചന്ദ്രബോസും നമ്മുടെ ഡോൾഫിനും ഒക്കെ നിരീക്ഷിച്ചതുപോലെ വളരെ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷനിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് രക്ഷാപ്രവർത്തനം എന്ന കാര്യം അദ്ദേഹം കൈരളി ന്യൂസിനോട് അല്പം പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഈ ദൗത്യത്തിൽ നിന്ന് അർജുനെ ലഭിക്കാതെ പിന്മാറില്ല എന്ന ഊർജ്ജം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലുണ്ട്. തീർച്ചയായും ശ്രീ രതീഷ് ഡോൾഫിൻ, എന്തൊക്കെയാണ് ഇനി നമുക്ക് മുമ്പിലുള്ള സാധ്യതകൾ? അവിടെ നേവി വിദഗ്ധർ അതനുസരിച്ച് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എന്നാലും മലയാളികളെ സംബന്ധിച്ച് അറിയണം, കാരണം താങ്കൾ ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ്. തീർച്ചയായിട്ടും ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. അപ്പം സാധാരണ നമുക്ക് ഈ വേലിയേറ്റ സമയങ്ങളിൽ നിന്ന് കടലിൽ നിന്നും കരയിലേക്ക് ഈ പറയുന്ന പുഴയിലേക്കൊക്കെ വെള്ളം തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം കരണ്ടുകളൊക്കെ ഈ നോട്ടുകൾ കുറയാനും നിശ്ചലമാകാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇപ്പം ഈ തുടർച്ചയായ മഴ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പം വൺ സൈഡിലേക്ക് തന്നെയാണ്. അപ്പോൾ കടലിലേക്ക് മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ദിവസമായിട്ട് കാണാൻ കഴിഞ്ഞത്. ഒരു ദിവസം ഒരു തവണ പോലും ഈ നീരൊഴുക്കിന് കുറവ് സംഭവിച്ചിട്ട് തിരിച്ച് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം നമ്മുടെ ഇവിടെ ഞാൻ തീരദേശത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കായലിനെയും കടലിൻ്റെയൊക്കെ അടുത്താണ്. അപ്പം വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇത്തരം ഈ പറയുന്ന അഴിമുഖങ്ങളെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. കടലും കായലും ചേരുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നത് അഴിമുഖങ്ങളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു അഴിമുഖത്തിൽ ഇപ്പം പ്രശ്നം നമ്മൾ കാണുന്നത് വെച്ചാൽ ഇത് വൺ സൈഡ് മാത്രം ഇങ്ങനെ പോകണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം കൂടുതൽ ജലം നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമുക്ക് മുന്നിലുണ്ട്. കാര്യം നമുക്ക് പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ആ പ്രകൃതിയുടെ ഒരു ശമനം ഉണ്ടായാൽ മാത്രമേ നമുക്ക്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സീനിയർ ഡൈവർ കൂടെ ആയ സാറ് പറഞ്ഞത് കേട്ടില്ലേ. കാര്യം നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെങ്കിൽ തന്നെ നമ്മളിപ്പം ആ മിക്സിയിലിട്ട് അടിക്കുന്ന പോലത്തെ ഒരു ചുഴി അവിടെ ഉണ്ടാകും. കാര്യം വെള്ളത്തെ നമ്മൾ തടസ്സം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് തൊട്ട് ഇപ്പുറത്ത് മാറിയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും എന്നുള്ള കാര്യം അത് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഒഴുകുന്ന ഒരു പുഴയിലേക്കൊരു തടി കൊണ്ടിട്ട് കഴിഞ്ഞാലോ അല്ല തടി കൊണ്ട് ബ്ലോക്ക് ചെയ്താലോ അതിന് അപ്പുറത്തൊരു പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരും പറയുന്നു തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഒരു തടയണ പോലെ ഇട്ടിട്ട് നമുക്കിത് ബ്ലോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ ഈ മല ഇടിഞ്ഞ് വരുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റുള്ള ഒരു 10ഓളം വീടുകൾ ഈ പറഞ്ഞ ആ പ്രഷർ കാരണം പുഴ ഇങ്ങനെ മാറി ഒഴുകിയത് കാരണം അങ്ങനെ അവിടെയും ഒരു അപകടം സംഭവിച്ച ആൾക്കാർ മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സാധ്യമായതെല്ലാം നമ്മുടെ സൈന്യവും ഈ പറയുന്ന അവിടുത്തെ ജില്ലാ ഭരണകൂടമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്തേക്ക് പല ടൈപ്പിലുള്ള ആൾക്കാർ ഓടി വരും. കാര്യം ഇതെല്ലാം രക്ഷാപ്രവർത്തനം ചെയ്യണം അല്ലെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം വരുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ദുരന്ത മുഖത്തേക്ക് എത്തുന്ന ഇത്തരം സംവിധാനങ്ങൾ, നമ്മൾ സർക്കാർ സംവിധാനങ്ങളായാലും ദുരന്ത നിവാരണ അതോറിറ്റിയിലെ NDRFൻ്റെ ആയാലും ഈ സൈന്യത്തിൻ്റെ ആയാലും നേവിയിലെ ആയാലും ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു വരുന്ന ജനക്കൂട്ടം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് 1-2 ദിവസങ്ങളൊക്കെ നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതൊരു മുന്നറിയിപ്പായിരിക്കണം. കാര്യം ഇനി ഉണ്ടാവാതിരിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച്. പക്ഷേ ഇനി ഉണ്ടാകുന്ന നമ്മളിപ്പം പൊതുവേ നമ്മൾ കൂടുതലും കേരളത്തിൽ എല്ലാ ടൈപ്പ് റെസ്ക്യൂകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും നമ്മൾ കാണുകയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്ന പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ കരയിലാണ് റെസ്ക്യൂ ഒക്കെ ഇപ്പം കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജലാശയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പം നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട സഹോദരൻ, അതേപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ കാര്യവും ഈ 2 കേസ് വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായും ജലാശയങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന ദുരന്തത്തിൽ നമ്മൾ എന്താണ് അഡ്വാൻസായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് തീർച്ചയായിട്ടും ഇത്. അപ്പം അതിനകത്ത് പ്രധാനമായി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കര പോലെ തന്നെയാണ് ജലാശയവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പം ജലാശയത്തിനടിയിൽ പോകുന്ന ഇത്തരം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിൽ
നമ്മൾ അത്തരം, അതായത് മാൻ പവർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് മാൻ പവർ ഉപയോഗിക്കണം. ടെക്നിക്കൽസ് ആയിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ പുതിയ രക്ഷാപ്രവർത്തന രീതിയും കൂടെ നമ്മുടെ ഇപ്പോൾ ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മറ്റ് സേനയിലേക്ക് ഇത്തരം എക്യുപ്മെൻറ്റ്സുകളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ അപ്വേർഡ് ടൈഡ്, അതായത് ഈ എന്താണ് ഈ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഒക്കെ ഗുരുത്വാകർഷണ ബലാബലത്തിൽ രൂപപ്പെടുന്ന ടൈഡ്, എന്താണ് വേലിയേറ്റ വേലിയിറക്കങ്ങളുണ്ടല്ലോ, അത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായകമാകുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ രതീഷ് വെക്കുന്നുണ്ട്. ഒഴുക്ക് കുറയാൻ സാധ്യതയുണ്ടോ? നേരത്തെ പറഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയാക്കിയിട്ടിലേക്ക് വരാം. അതായത് ഫസ്റ്റ് ഡൈവിലല്ല ഒരിക്കലും ഒരു ഡൈവ് ചെയ്യുന്ന ആൾ പോയിട്ട് ആളിനെ രക്ഷിക്കുന്നത്. അത് അദ്ദേഹം പോയി ലൊക്കേഷൻ നോക്കി, പിന്നെ അത് ചിലപ്പോൾ 1, 2, 3, 4 ഡൈവ് പോവേണ്ടി വരും. അങ്ങനെ പോയി അത് ഹൂക്ക് ചെയ്ത് അത് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്ത് നിന്ന് അടുത്ത ബാക്കി രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ. അത് ലിഫ്റ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് ഇതിൽ എങ്ങനെയാണ് പിന്നെ മൊത്തം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, പാർട്ടായിട്ട് കിടക്കുകയാണോ, അങ്ങനെ പാർട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈഡൽ എഫക്റ്റ് എന്ന് പറയുന്നത് ലോ ടൈഡും ഹൈ ടൈഡും ഈ പറഞ്ഞ നിശ്ചിത ഇടവേളകളിൽ 6 മണിക്കൂർ 12 മണിക്കൂർ നിശ്ചിത ഇടവേളകളിൽ വരും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ശക്തമായി മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രശ്നമുണ്ട്. രാത്രി പലപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മഴ കുറയുന്ന സമയങ്ങളുണ്ട്, കുറച്ച് മഴ കുറയുന്ന സമയങ്ങളുണ്ട്. അതാണ് അവർ ഈ നോട്ട്സ് നോക്കിയിട്ട് പിന്നെ 6 കുറഞ്ഞു 4 ആയി 7 ആയി എന്നൊക്കെ പറഞ്ഞാൽ അവർ മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടൈഡ്സ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ലോ ടൈഡ് വരികയാണെങ്കിൽ ഇവയ്ക്കിടയിൽ ഒരു ഇടവേള കിട്ടുകയും കുറച്ചൊന്ന് ശാന്തമാകും. അതൊക്കെ വളരെ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും, മാക്സിമം പോയാൽ 2 മണിക്കൂറായിരിക്കും, അതിനപ്പുറം പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആ സമയമൊക്കെ ഇത് വളരെ എക്സ്പെർട്ടൈസുള്ള, വളരെ എന്താ പറയുക, മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിലൊരു പേഷ്യൻറ്റ് കിടന്നാൽ എങ്ങനെയാണോ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലുള്ള ഒരു വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ വലിയ വൈദഗ്ധ്യം ആവശ്യമുള്ള കാര്യമാണ്. കാരണം പ്രകൃതിയുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്, ശ്രദ്ധിച്ചോണം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു, മലയിൽ മഴ പെയ്യുന്നു, പുഴയിലേക്ക് വെള്ളം വരുന്നു, സർഫസ് ഫ്ലോയേക്കാൾ അണ്ടർ കറൻസ് വളരെ കൂടുതലാണ്. അവിടെ ഡൈവർമാർക്ക്, എക്സ്പീരിയൻസുള്ള ഡൈവർമാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പുതിയ പോയിൻറ്റും കിട്ടുന്നു, 4ാമത്തെ പോയിൻറ്റും കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുഴ ഒന്ന് ശാന്തമാവുക എന്ന് പറയുന്ന വലിയൊരു പണിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ടൈഡൽ എഫക്റ്റിനെ കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ സമയവും ഒന്ന് മോണിറ്റർ ചെയ്ത് ആ സാധ്യതയും നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസമായി നമുക്ക് അതിനടിയിലാണ് ആളുള്ളതെങ്കിൽ, ഈ ക്യാബിനിലാണ് ആളുള്ളതെങ്കിൽ മറ്റെങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. പിന്നെ ഇത് 8 കിലോമീറ്ററേ ഉള്ളൂ കടൽ. അപ്പോൾ ഇതല്ല വേറെ എന്താ അതിൻ്റെ പാർട്ട് തടി ഒഴുകിപ്പോയതുപോലെ ഏതെങ്കിലും പാർട്ടൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരേ സമയം തന്നെ ഉത്തരം കണ്ടെത്തുന്നത് അനാലിസിസ് നടക്കണം. ഇവിടെ നടക്കേണ്ടത് വളരെ കൃത്യമായ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അനാലിസിസാണ് നടക്കേണ്ടത്. അത് നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പുഴ ഇപ്പോൾ നിൽക്കുന്നൊരവസ്ഥ ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ടും അണ്ടർ കറൻസ് ഉള്ളത് കൊണ്ട് ഡൈവർമാർക്ക് താഴേക്ക് പോയി ഇത് കാണാനോ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുട്ടുണ്ടായിരിക്കും, ചെളി ഉണ്ടായിരിക്കും, അതുകൊണ്ട് പിന്നെ കൈ വടിച്ച് തപ്പിയോ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിശക്തമായ ഇരുട്ടായിരിക്കും താഴേക്ക്, അത് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അത് പല ഡൈവിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പിന്നെ അതിനെ ഉറപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അങ്ങനെ ടൈം കൺസ്യൂം ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ മഴ വരുന്നത്, വെള്ളം ഇങ്ങനെ വരുന്നത്, കറണ്ട് വരുന്നത്, ഈ അണ്ടർ കറണ്ട് ജലപ്രവാഹം വരുന്നത്. ഈ കറണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ജലപ്രവാഹം എന്ന് പറയുന്നതാണ് കുറച്ച് ജലപ്രവാഹം നടക്കുകയാണ്. ഭൂമിയുടെ ഈ വെള്ളത്തിനടിയിലുള്ള ജലപ്രവാഹം നടക്കുകയാണ്. മുകളിൽ പ്രവാഹമല്ല, നീരൊഴുക്കും, അടിയിൽ ജലപ്രവാഹം എന്നാണ് പറയുന്നത്. ജലപ്രവാഹമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക്, ഈ നേവൽ ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് മോണിറ്റർ ചെയ്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറൊരു അറിയേണ്ടതുണ്ട്. ഈ ബലാബലങ്ങൾക്കിടയിൽ അർജുനെ കണ്ടെത്തുന്നത് എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളതാണ്, എത്ര കണ്ട് പ്രയാസമുള്ളതാണ്. നാം ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പല ഐഡിയകളും വളരെ പ്രായോഗികമായി വളരെ പ്രയാസമുള്ള കാര്യമാണ്. വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആദ്യത്തെ 6 ദിവസം ഒരുപക്ഷെ അർജുൻ ഓക്സിജനോടുകൂടി, ഓക്സിജനൊക്കെ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് 6 ദിവസം അർജുൻ ചിലപ്പോൾ ഒരുപക്ഷെ ജീവനോട് ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ 6 ദിവസം കഴിഞ്ഞു, വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ ആണ് ഒരാൾ 6 ദിവസത്തിനും കൂടി ഇപ്പോൾ 10 ദിവസത്തോളം വെള്ളത്തിൽ ജീവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഞാനും പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുന്നത് ശരിയല്ല. പക്ഷേ ഒരുപാട് ത്രെഡുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവന് വലിയ ത്രെഡുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വേറെ ഭയം, എന്നെപ്പോലുള്ളവർ ഭയപ്പെടുത്തുന്നത്, നമ്മളിത് ഒരുപാട് കാണുകയും അനലൈസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഇത് കടലിൻ്റെ ഒരു അടുപ്പം ഉള്ളത് കൊണ്ട്, ഇത് കടലിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇതിൻ്റെ ഏതെങ്കിലും പാർട്ടുമായി ഇദ്ദേഹവുമായി കടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് രൂപമെല്ലാം മാറും. രണ്ടാമത് ഇത് ഈ പറയുന്ന 3 സ്പോട്ടുകളിൽ ലോറി മാത്രമേ, 4 സ്പോട്ടുകളിൽ ഈ പറയുന്ന ഇരുമ്പിൻ്റെ അംശം മാത്രമേ ഉള്ളൂ.
പിന്നെ ടെമ്പറേച്ചർ കിട്ടുന്നില്ല, അതുകൊണ്ട് ആളിൻ്റെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കിട്ടുന്നില്ല, അതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇനി പുഴയ്ക്കകത്ത് തന്നെ എവിടെയെങ്കിലും കുരുങ്ങിയിരിപ്പുണ്ടോ എങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ ഹിമാലയൻ ടാസ്ക് ആയിരിക്കും അടുത്ത ടാസ്ക്. അല്ല, ഇത് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടാസ്ക്കാണ്. തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ കേരളത്തിൽ നിന്ന് മന്ത്രിമാർ എത്തിയതായി ഇപ്പോൾ മുഹമ്മദ് റിയാസ് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. സംഭവസ്ഥലം അവലോകന യോഗത്തിന് ശേഷം സംഭവസ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. സച്ചിൻ ദേവ് MLA യും കൂടെയുണ്ട്. കാർവാർ MLA യും ഉണ്ട്. ഒപ്പം മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ, കോഴിക്കോട് MP അടക്കമുള്ളവർ ഒക്കെയും അവിടെ ഉണ്ട്. എന്തായിരുന്നാലും അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തന ഏകോപിപ്പിക്കൽ കൂടിയാണ് കേരളത്തിൽ നിന്ന് പോയ മന്ത്രിയുടെ ദൗത്യം കൂടി. ഇപ്പോൾ തിരക്കിട്ട യോഗങ്ങളും മറ്റ് അവലോകന കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട്. മറ്റ് രക്ഷാപ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം, ക്രമീകരണം ഒക്കെ മന്ത്രി PA മുഹമ്മദ് റിയാസ് വിലയിരുത്തുന്നുണ്ട്. സംഭവസ്ഥലം അവലോകന യോഗത്തിന് ശേഷം സംഭവസ്ഥലത്ത് നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മറ്റ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപിപ്പിക്കൽ സാധ്യമാക്കുന്ന ശാസ്ത്രീയമായ നടപടികൾക്ക് കൂടിയാണ് മന്ത്രി അവിടെ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റിയാസും ഇനി വൈകിട്ടോടുകൂടി AK ശശീന്ദ്രൻ മിനിസ്റ്ററും അവിടെ എത്തുക. ഇപ്പോൾ റിയാസ് എത്തി അവിടെ കാര്യങ്ങൾ വിലയിരുത്തി വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് മറുപകുതിയിൽ നാം കാണുന്നത്. വീണ്ടും നാം ഈ ഈവനിംഗ് ഡിബേറ്റ് തുടരുമ്പോൾ ശ്രീ രതീഷ് ഡോൾഫിൻ, ഈ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, അതായത് ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഒരു ദുർബലമായ സമയത്ത് ഒരുപക്ഷെ ഒഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് തൊട്ടറിഞ്ഞ് ആ ഘട്ടത്തിൽ പോയി കയറുകൊണ്ട് നമുക്ക് ഈ കണ്ടെത്തിയിരിക്കുന്ന ലോറിയെ ബന്ധിപ്പിക്കാമോ? അങ്ങനെയാണെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, അവിടുത്തെ ഭൂമി ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഈ വേലിയേറ്റത്തിൻ്റെ ഒരു സാധ്യത നമ്മൾ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതങ്ങനെ പല സ്ഥലത്തും നമ്മൾ ബോഡി റിക്കവർ ചെയ്യാൻ പോയ സമയത്ത് അങ്ങനെ നമുക്ക് അതൊക്കെ ഒരു സഹായമായി തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു ഭൂമിയുടെ ഘടന വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് വേലിയിറക്കത്തിനകത്ത് വേലിയേറ്റ സമയത്ത് വെള്ളം അവിടെ ബ്രേക്ക് ആകുന്നുണ്ടോയെന്ന്. കാര്യം എന്ന് വെച്ചാൽ ശക്തമായ കുത്തൊഴുക്കിൽ വരുന്ന സമയത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഇതിപ്പം ഞാൻ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലേ നമുക്ക് കരയിലും ഈ ജലത്തിലും ഒരുപോലെ തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനം ഇല്ലെങ്കിൽ അതിൻ്റെ സെർച്ചിങ് ഒക്കെ നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം മുമ്പേ കൃത്യമായി അവിടെ നടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനകത്ത് ചില പാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കാര്യം വ്യക്തമാണ്. ഒന്ന്, ഡൈവിംഗ് പാളിച്ചുണ്ടാക്കി. അത് മാത്രമല്ല, കേരള സർക്കാരിൻ്റെ ഇടപെടലിന് ശേഷമാണ് അവർ ഊർജ്ജവത്തായത് തന്നെ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അവരുമായിട്ട് എക്സ്പെർട്ടായിട്ടുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു NDRFനെയോ അല്ലെങ്കിൽ നമ്മളൊരു നേവിയോ അല്ലെങ്കിൽ നമ്മൾ ആർമീനെയൊക്കെ ഇൻഫോം ചെയ്യുമ്പോൾ നമ്മളിവിടെ സംഭവിച്ചത് എന്താണ്, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അതിന് ഇന്ന എക്യുപ്മെൻറ്റ്സുമായിട്ടായിരിക്കണം നമ്മൾ വെൽ പ്രിപ്പയർഡായിട്ടായിരിക്കണം നമ്മളിവിടെ എത്തേണ്ടത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മുടെ അതിഥികളിലേക്ക് തന്നെ തിരിച്ചെത്താം. ശ്രീ രതീഷ് ഡോൾഫിൻ സൂചിപ്പിച്ചതുപോലെ ഈ വേലിയിറക്ക സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതിലേതാണോ കൂടുതൽ ഇതിൻ്റെ ഒഴുക്കിൻ്റെ അണ്ടർ കറണ്ടിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത് അതനുസരിച്ച് അവിടെ കോപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഏറ്റവും ഒടുവിൽ കാർവാർ MLA യും മന്ത്രി PA മുഹമ്മദ് റിയാസിനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞത്. അതെ സാർ, അതെ. കാരണം പോസിബിളായിട്ടുള്ള കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ശക്തമായ ഒരു ഒഴുക്ക് വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഴിമുഖം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പോസിബിളും കൂടെ ഇതിനകത്ത് ഉണ്ട്. ആ ഒരു സാധ്യത ആണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മൾ പല സ്ഥലത്തും റെസ്ക്യൂവിന് തീർച്ചയായും ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ അവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം, പ്രതിസന്ധികളുണ്ട്, കാലാവസ്ഥ വലിയ പ്രതികൂലമായി നിൽക്കുകയാണ്, പക്ഷേ ഈ ഘട്ടത്തിലും ചെയ്യാനാകുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനാകുന്ന കാര്യങ്ങൾ?
മൂന്നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ കരയിലെ നദിയുടെ പിന്നെ ബോർഡറിൽ, നദിയുടെയും കരയുടെയും ബോർഡറിൽ അവരവിടെ പിന്നെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സജീവമായി തന്നെ നീക്കിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ മറ്റ് അവശിഷ്ടങ്ങളും മറ്റ് കാര്യങ്ങളും, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ കഴിയും. രണ്ടാമത് 4 പോയിൻ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ 4 പോയിൻറ്റിലും ഈ പറഞ്ഞ പോലെ ഡ്രഡ്ജിങ് നടക്കണം, ഡൈവിങ്ങിൻ്റെ ഒരു ടൈം മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ ലോ ടൈഡ് ഹൈ ടൈഡ് ഉണ്ടാകുന്നൊരു സ്ഥലമാണ്, എല്ലായിടത്തും ഉണ്ടാകും എങ്കിലും അതിൻ്റെ ഒരു സാധ്യതയും MLA സൂചിപ്പിച്ചു. അപ്പോൾ 1-2 ദിവസം കൂടി ചിലപ്പോൾ അതൊന്ന് മോണിറ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മഴ നമുക്കൊന്ന് ഒരു അനുഗ്രഹമായി ഒന്ന് മാറി നിന്ന് തരേണ്ടതുണ്ട്, കുറച്ചൊന്ന് മാറി നിന്ന് തരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ, മഴയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഈ 4 സ്ഥലവും സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്തിൽ ഒരു സ്ഥലത്തുനിന്ന് മണ്ണ് മാറ്റുന്നു, മറ്റ് സ്ഥലങ്ങളിലേക്ക് പിന്നെ ഡ്രോൺ പ്രോഗ്രാം നടക്കണം. കാരണം അത് കുറച്ചുകൂടി ഫിക്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഡൈവിങ് ടീമിനെ ഇറക്കി ഇത് ഡൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവമായി ആലോചിക്കുക. അത് അവർ മോണിറ്റർ ചെയ്ത് പോകേണ്ടതാണ്. അത് രാത്രികളിൽ കുറേ പ്രയാസമായിരിക്കും, എങ്കിലും അത് മോണിറ്റർ ചെയ്ത് അത്തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. നമ്മുടെ മുന്നിലുള്ള തീർച്ചയായും പ്രകൃതി തീർക്കുന്ന ഏത് ശാക്തിക ബലാബലങ്ങളെയും ഭേദിച്ചുകൊണ്ട് അർജുനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന ദൃഢനിശ്ചയമാകും ഒരുപക്ഷെ മുന്നിട്ട് നിൽക്കുക. അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളുമായി മനുഷ്യൻ അവിടെ പാടുപെടുകയാണ്. തീർച്ചയായും അവരുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ് ഇനിയും നമുക്ക് പോകാനുള്ളത്. ഇവിടെ ഈവനിംഗ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.